എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകുവാന്ന്. ചെറിയൊരു മഴയെല്ലാം പെയ്യുന്നുണ്ട്, എന്നാലും ഒന്ന് പുറത്ത് പോയിട്ട് എൻജോയ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഞാൻ ഓഫ് എടുത്തു. അപ്പം വഴി എല്ലാ വിശേഷങ്ങളും കാണാം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ലേറ്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ന ലേറ്റ് ആവും, കാരണം 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ട് ഹൈക്കോർട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. യാത്ര നേരെ ഫോർട്ട് കൊച്ചിക്കല്ലേ. നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം പോയതാണ് ഫോർട്ട് കൊച്ചിക്ക്. പക്ഷേ ഈ മഴക്കാലത്ത് പോകുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. നല്ല രസമായിരിക്കും തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മഴയുള്ള സമയം പോയെന്ന്. നമ്മളിതുവരെ ഈ ഒരു മഴക്കാലത്ത് എറണാകുളത്ത് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ തവണയാണ് മഴക്കാലത്ത് എറണാകുളത്ത് ഉണ്ടാവുന്നത്. ഇപ്പം എറണാകുളത്ത് വന്നിട്ട് 1 വർഷമാവാൻ പോകുന്നതേ ഉള്ളൂ. മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്തി. നേരെ നടക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞ് നടന്ന് വരുമായിരുന്നു കേട്ടോ. ഇവരെ കുറേ നാളായി നമ്മൾ എറണാകുളത്തേക്ക് വിളിക്കുന്നു, അവിടെ പോവാ ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എവിടെ പോകണമെന്ന് ഡൗട്ടായിരുന്നു, കാരണം ആകെ 3 ദിവസമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കാനും പറ്റിയിട്ടില്ല. ആ ലീവ് എടുത്ത ദിവസം മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ ഹൈക്കോർട്ട് എത്തിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ വിചാരിച്ചെന്നാൽ വൈപ്പിങ്ങിൽ പോയാലോ എന്ന് വിചാരിച്ചു. എന്നാൽ ജങ്കാറിലും കൂടെ കയറാമല്ലോ വൈപ്പിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ജങ്കാറിൽ, അതായത് വൈപ്പിങ്ങിലേക്ക് പോകേണ്ട മെട്രോ ലേറ്റ് ആയിട്ടാണുള്ളത് എന്ന്. അപ്പം നന്ന ലേറ്റായാൽ പിന്നെ എല്ലാ ഷെഡ്യൂളും മാറിപ്പോവും. അതുകൊണ്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇനി ജങ്കാറിൽ വേറെ എപ്പോഴെങ്കിലും വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് ഇങ്ങനെ കേട്ടോ, ഒരു കാർഡായിട്ടാണ് കിട്ടുക. എത്ര പേരായാലും കാർഡായിട്ടാണ് കിട്ടുക. നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇങ്ങനെ ലോഞ്ച് ഉണ്ട്, അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഒരു നമ്മൾ പ്ലെയിനിൽ, അതായത് എയർപോർട്ടിലൊക്കെ പോയിരിക്കില്ല, അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഈ ഒരു വാട്ടർ മെട്രോയിലും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ലോഞ്ചിൽ പോയിരിക്കൽ. അങ്ങനെ നമ്മൾ ക്യൂ ആയിട്ട് വാട്ടർ മെട്രോയിൽ പോകട്ടെ. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും വാട്ടർ മെട്രോയിൽ ക്യൂ ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് വന്നവർ ആദ്യം ഇരിക്കണം. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് പോകുന്നവർക്ക് മെയിൻ സീറ്റ് കിട്ടും. പിന്നെ പോകുന്നവരെല്ലാം ഇതുപോലെ നിൽക്കേണ്ടി വരും കേട്ടോ. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്ത് കാണാൻ കാഴ്ചകളൊക്കെ ചുറ്റും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഇരിക്കേണ്ട ആൾക്കാർ തന്നെ ഉണ്ടായത്. കുറച്ച് ആൾക്കാർ മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാട്ടർ മെട്രോ ഇവിടെ നിന്ന് വിട്ടു ഹൈക്കോർട്ടിൽ നിന്ന്. കുറച്ച് വെള്ളം കൂടുതലാണ് എന്നാണ് കേട്ടത്. കാരണം നമ്മൾ പണ്ട് ആ വേനൽക്കാലത്ത് പോയ പോലെയല്ല കേട്ടോ. കാരണം അച്ഛനും അമ്മയും വന്ന സമയത്ത്, നമ്മൾ പോകുന്ന സമയത്ത് എത്ര വെള്ളം ഒന്നും ഉണ്ടായിരുന്നു, നല്ല ചൂടല്ലേ. അപ്പം ഇത്രയ്ക്ക് വെള്ളം കയറിയിട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാട്ടർ മെട്രോ ആയതുകൊണ്ട് ഇത്തിരിയെങ്കിലും ധൈര്യമുണ്ട്. മറ്റേ ബോട്ടൊക്കെ ആണെങ്കിൽ ധൈര്യം ഒട്ടും ഉണ്ടാവില്ലായിരുന്നു. വാട്ടർ മെട്രോ ആകുമ്പോൾ നമ്മൾ ഇത്തിരി സേഫ് ആണെന്നെങ്കിലും പറയാമല്ലോ. അപ്പോൾ ബോൾഗാട്ടി പാലസൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ മരത്തിൻ്റെ അപ്പുറം കാണുന്നത് ബോൾഗാട്ടി പാലസാണ്. ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ എന്താ പറയുക, പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റുമോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പോവാത്തത് കേട്ടോ. കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്ന പാലസിലേക്ക്. അവിടെ വിസിറ്റേഴ്സ് അലൗഡ് ആണോ എന്നറിയില്ല. നമുക്ക് ഒരു ദിവസം എന്തായിട്ട് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കപ്പലൊക്കെ വന്നിട്ട് നിൽക്കുന്ന കണ്ടെയ്നേഴ്സിൻ്റെ അവിടെ എത്തിയപ്പം ഒരു ചേട്ടൻ ഓൾറെഡി ഇങ്ങനെ മെട്രോ എന്ന് പറഞ്ഞു തരും കേട്ടോ. പുതിയ ആൾക്കാരല്ലേ, അപ്പം അവർക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് പോലെയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ മെട്രോ എന്ന് തന്നെ അനൗൺസ് ചെയ്യും, ഇതാണ് കണ്ടെയ്നേഴ്സ് ഇറക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും. പക്ഷേ ഈ പ്രാവശ്യം പോയ സമയത്ത് ഭയങ്കര വേവ്സ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഫോർട്ട് കൊച്ചി എത്തുന്നതിൻ്റെ ആ ഒരു മുന്നേ മുതൽ ഭയങ്കര വേവ്സ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ പൊന്തവും താഴവും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കടലിലെത്തിയൊരു എഫെക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഇത്രക്ക് തരെ ഉണ്ടായിട്ടില്ല നമ്മൾ വരുമ്പോൾ. നമ്മളിതുവരെ മഴക്ക് വന്നിട്ടില്ലല്ലോ. എല്ലാവർക്കും പേടിയൊക്കെ ഇരിക്കും. ആക്കിയിട്ട് പേടിയുണ്ടോ? ചെറിയ പേടിയുണ്ടോ? ഒന്ന് എങ്ങനെയുണ്ട് ചീച്ചിര? ഈ തെര ആദ്യമായിട്ടാട്ടാ. ഈ തെരന്റെ ഇങ്ങനെ ഡോൾഫിൻ ചാടുന്ന പോലെ ഇങ്ങനെ ചാടുന്നു. അതാദ്യമായിട്ടാണ്. നല്ല രസമുണ്ട്. എത്താനായിട്ടില്ല, കുറച്ചും കൂടി പോകാനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണും ആ സ്റ്റോപ്പ്.
ഉണ്ട്. അത് കപ്പലതാടി വരുന്ന അതാ അതാ അതിന്റെ പുറകിലല്ല. കപ്പല് വരുന്നതായിട്ടായിരിക്കും. ഓക്ക് കടലിലെ വേവ്സ് ഉണ്ട് അവിടെ. അത്രയും നല്ല തിരയുണ്ട്. അതുകൊണ്ടാണ് എത്തിയതാ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞിട്ട്. ഫോട്ടോ വെച്ചിട്ട് കയറുമ്പോ ഒരു മാതിരിയല്ലേ. അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് എത്തി കേട്ടോ. ഇവിടെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. മഴ നല്ലോണം പെയ്യുന്നുണ്ടായിരുന്നല്ലോ. നല്ലോണം വെള്ളം എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം. കഴിഞ്ഞ പ്രാവശ്യം നോക്കി മണ്ണൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മണ്ണ് പോയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. ഫുൾ ഇങ്ങനെ നമ്മുടെ മെട്രോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ തിരയിൽ നിന്നിട്ട്. പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മഴയത്തിൽ വരുന്നത്. വേറെ തന്നെ. കാരണം നമ്മൾ വെയിലത്ത് വരുന്നതും മഴയത്ത് വരുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒരുപാട് രണ്ട് രീതിയിലും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചീനവലയിൽ കയറാമെന്ന് വിചാരിച്ചു. കുറേ നാളെ ആഗ്രഹിക്കുന്നു ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. കയറാൻ ഇച്ചിരി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എല്ലാം കാണുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഉണ്ടല്ലോ. പക്ഷെ ആ ചേട്ടനെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ. Vasco da Gama death place is a question. The train transported in the statue. Vasco da Gama death place. Other time it's a considered a pure vegetarian. It's a vegetarian. So fossil groups option takes a fish. Next tree, net is very nice. Starting is a bamboo. Bamboo settings, net is very nice. One not taking. The second batch coming is a China. China is coming is a net. എന്നെടുക്കും. It's a counterbalance. Down, that is 6 people are working in my team. Total weight 2000 kg. One day 400 500 are pulling my team. Will not job. This is not a season. Season competition. This is not a season. Small fish. It's a seasonal. Season November December. 8 മണിക്ക് അവസാനിക്കും. ഇപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ബാച്ച് തുടങ്ങി. ഈ വെള്ളം ഇപ്പം നേരെ തിരി കടലിൽ നിന്ന് വെള്ളം കയറി. അപ്പോഴാണ് കടലിലെ മീൻ കയറി വേണം. ബാറ്ററിയെല്ലാം ഓൾറെഡി ചെറിയ മീൻ. അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി കടലിൽ നിന്ന് മീൻ വേണം. പിന്നെ നൈറ്റ് വർക്ക് ഫുൾ ലൈറ്റ് ഓൺ ചെയ്യും. അട്രാക്ഷൻ അതിനകത്ത് തന്നെ പ്രോൺസുകൾ. ആ പ്രോൺസൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി മീൻ വേണം. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലെസ് ഫിഷായി കിട്ടും. അതുകൊണ്ട് അങ്ങനെ 6 പേര് 6 ഫാമിലിയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് 100 കിട്ടിക്കഴിഞ്ഞാൽ 70 രൂപ തൊഴിലാളികൾക്ക് 30 രൂപ ഓണാണ്. ഓണർ വരും. ഇല്ലെല്ലാം വളർത്തും ഓരോ ഓണേഴ്സ്. പണിക്കാരെല്ലാം വേറെ പണിക്കും. ആ രാവിലെ വരും കിട്ടിയ. പിന്നെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനകത്ത് ഡ്രിങ്ക്സ് ഒന്നും ചെയ്യില്ല. ചെരുപ്പ് കൂടി ഉപയോഗിക്കാറില്ല. അല്ല ഗസ്റ്റുകളെല്ലാം വേണം. ഞങ്ങളുടെ നാട്ടിൽ ഇല്ലില്ല. ഇതല്ല ഇപ്പോൾ സെറ്റ് ബാമ്പോ സ്റ്റാർട്ടിങ്. ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന തേക്കാണ്. തേക്ക് എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ ഒറ്റ തേക്കളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇല്ല. പിന്നെ ഇത് അതൊരു 30 വർഷം ഗ്യാരണ്ടി. ഇതൊരു 10 വർഷം ഗ്യാരണ്ടി. ഈ തെങ്ങിന് 100 വർഷം പഴക്കം വേണം. 100 വയസ്സ് വേണം. എന്നാലും മാത്രമേ തെങ്ങ് നമുക്ക് നിൽക്കുള്ളൂ. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ തേഞ്ഞ് പിന്നെ കക്ക ഒന്ന് പിടിക്കുന്നു. അതിനെ തിന്നു ഒരു ദിവസം അതിൽ നിന്ന് ഒടിഞ്ഞു പോയാൽ അത് മൊത്തം പോകും. അത് മാത്രമല്ല ഇത് വർക്ക് ചെയ്യുമ്പോൾ ഈ കല്ലിൽ ഒരു കല്ല് നമ്മൾ കൊട്ടാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ തന്നെ പോയി കിട്ടും. എന്നിട്ട് ആ ഇവിടെയുള്ള റോപ്പളയാൻ പൊട്ടും. കെയർഫുള്ളായിട്ട് എപ്പോഴും പണിയും. പിന്നെ ഇത് ലിക്വിഡ് ക്യാപ്റ്റർ
ഇവിടെ വീട്ടിലെല്ലാം പൈപ്പ് കണക്ഷൻ സിലിണ്ടറല്ല യൂസ് ചെയ്യണ മാതിരി കറണ്ട് ബില്ല് മാതിരി വന്നുകൊണ്ടിരിക്കും. ഇത് ഐലൻഡ് ഏഷ്യാവിലെ രണ്ടാമത്തെ നമ്മൾ പൈപ്പിന് ജനവാസം കൂടുതലുള്ളതും ചുറ്റുമുള്ളതും ഫസ്റ്റ് ഇന്തോനേഷ്യ, സെക്കൻഡ് ഇന്ത്യ. സുനാമി കൂടുതൽ ബാധിച്ചിരുന്നു. പിന്നെ ഇത് വല്ലാർകോട കമ്പനി DP World ദുബായ് പോകും. ദുബായ് സിസ്റ്റം, ദുബായ് സാലറി, ദുബായ് ടൈം 5 hour വർക്കിംഗ് സ്റ്റാർട്ടിംഗ് സാലറി 50,000. ഒരു 10 വർഷം 15 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് ദുബായ് സെയിം കമ്പനി DP World 1 lakh സ്റ്റാർട്ടിംഗ് സാലറി. പക്ഷേ 5 മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ ഫുൾ ടെൻഷനായിരിക്കും, ഫുൾ കമ്പ്യൂട്ടറാണ്. പിന്നെ 8 ആണ് ഷാർപ്പ് ടൈം, 8 നോ ആൾ ഔട്ട് സാലറി കട്ടില്ല. പിന്നെ ഒരാൾക്കുടെ പ്രശ്നത്തിൽ ഇതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആവും. അത്തരം ചിലവെല്ലാം ആൾക്കിടെ കിട്ടും. 5 മണിക്കൂർ വർക്കുകളൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഒരു കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസികളുള്ള മറൈൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂട്ടുകാരെല്ലാം കിട്ടുന്നതും ഇതിനകത്ത്. ഇവിടെ സ്റ്റാർട്ടിങ് 50 ആണെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ 3 lakhs 4 lakhs സാലറി. ഇങ്ങോട്ട് നേവി കോസ്റ്റ് ഗാർഡ് ഏരിയ നേരെ ചെല്ലുമ്പോൾ കടനാട് ഒരു ബോർഡറാണ്. നിങ്ങളുടെ അറിഞ്ഞിട്ട് നോട്ടാലോ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി സിവിൽ ഡ്രസ്സിൽ ഇവിടെ സ്കോഡുണ്ട് നേവിയിൽ. ഞങ്ങളും മാച്ചിങ് നിങ്ങളും മാച്ചിങ്. ഞാൻ യൂണിഫോം ചോദിക്കുന്ന കാര്യമല്ല. സപ്പോസ് ഉള്ള കാര്യത്തിന് നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത് നിങ്ങൾ പറയാം. പിന്നെ ഓൾറെഡി എല്ലാ ഫിഷർമാരും അങ്ങനെ നൈറ്റ് വർക്ക് ചെയ്യുന്ന വെള്ളമെല്ലാം അവർക്ക് എല്ലാത്തിനും 4 ദിവസം കിട്ടും. കടലിൽ പറഞ്ഞിട്ട് ഏതൊരു അതർ പീപ്പിൾസ് വന്നാലും ഫിഷർമാൻ അറിയാൻ പറ്റും. ഒരു മെസ്സേജ് പറഞ്ഞു 1 മണിക്കൂർ ഹെലികോപ്റ്റർ റൗണ്ടിങ് ഉണ്ടെങ്കിൽ അടിയിൽ മൊത്തം കേൾക്കും. പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടക്കാണ് നെക്സ്റ്റ് ബോർഡറിൽ നിന്ന് പിടിച്ചു 500 കോടി രൂപ. 100 കോടി പിന്നെ ഷിപ്പുകളൊക്കെ അതിനകത്ത് 50,000 കോടിയാണ്. ക്യാമറ ഫോട്ടോ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫുള്ള് നല്ല തിരയുണ്ടല്ലേ കേട്ടാ? കേൾക്കുന്നുണ്ടോ അറിയില്ല പറയുന്നത് അല്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതാ നല്ല കടലൊക്കെ നല്ല തിരയുണ്ട്. പിന്നീട് കടലിൽ എല്ലാവരും കൊണ്ടിട്ട് വേസ്റ്റ് കടലിൽ തിരിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ താഴെ ഫുള്ളും വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് നല്ല തിരയുണ്ട്. പിന്നെ കുറേ കപ്പലുണ്ട് കേട്ടോ. അങ്ങ് നമുക്ക് കുറച്ച് ഇനി അങ്ങോട്ട് കിടക്കാം. ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടേ കുറേ സ്ഥലമെല്ലാം. എന്നാലും വഴിയെ വേറെ സ്ഥലങ്ങളിലെല്ലാം നമ്മളിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ലേശം ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് മുന്നോട്ടേക്ക് പിന്നെ വന്ന് തിര കാണുന്നില്ലേ, നല്ല തിരയുണ്ട്. ബാക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ട്. പിന്നെ അങ്ങ് ദൂരെ നോക്കിയാൽ കപ്പലൊക്കെ നല്ല ദൂരത്തായിട്ടാട്ടോ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. പിന്നെ വന്ന ദിവസം അത്യാവശ്യം നല്ല ദിവസമായിരുന്നു. മഴ വളരെ കുറവായിരുന്നു. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. പക്ഷെ ഇന്ന് പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ എടുത്ത് തീരുമ്പോൾ, അതായത് ഓരോ ആൾക്കാരായിട്ട് ഫോട്ടോ എടുത്ത് തീരുമ്പോൾ നമ്മളും ഇങ്ങനെ ഓരോ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ പോയിൻ്റാണ്. കാരണം ബാക്കിൽ കടലാകുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഇതാ ഇപ്പം ബാക്കിലോട്ടൊരു കപ്പലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കര ദൂരത്തോട്ടാണ് പോകുന്നത്. പിന്നെ അതെന്തോ വേറെന്തോ ഒരു കപ്പലാണ് നോർമൽ. പണ്ട് അമ്മയൊക്കെ വന്ന സമയത്ത് വലിയ നല്ല അടിപൊളി കപ്പലുണ്ടായിരുന്നു യാത്രക്കാരൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പം വന്നപ്പോൾ അങ്ങനത്തെ ഒരു കപ്പൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ചിന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് ബിഗ് ബി ഒക്കെ ഉണ്ടായ അവിടെയാണ്. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ഞാൻ കുറേ നാളായി പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ജൂഡ് സ്ട്രീറ്റിലാണ് അമ്മയൊക്കെ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് വേറൊരു വഴിയിലോട്ടാണ് നമ്മൾ പോവാന്ന് എത്തിയിട്ട് കാണാം. ഇപ്പം പോകുന്നത് നമ്മൾ ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇത്ര അടുത്ത് ഫോട്ടോ കൊച്ചിയിലെത്തിയിട്ടും ബിഗ് ബിൻ്റെ ഇവിടെ വന്നിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആ സിനിമേൻ്റെ ലൊക്കേഷനായിട്ടൊന്നും തോന്നിയതേ ഇല്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ എടുത്തതാണ്. പക്ഷേ ആ മുകളിലത്തെ ഒരു സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. താഴെ അവർ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് അത് ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല. ബിഗ് ബീൻ്റെ ആ ഒരു മനസ്സിലാവുന്നേ ഇല്ല. ലൊക്കേഷൻ എടുത്ത് ഇടുമ്പോൾ വേറെ തന്നെ ഒന്നല്ലേ. പക്ഷേ മാറ്റങ്ങളൊന്നുമില്ല. അതേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതേ റോഡും ഒക്കെയാണ്. പക്ഷേ ഈ ചുമര് മാത്രം അവർ പെയിൻ്റ് അടിച്ചുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു.
പിന്നെ അവിടെ നിന്നും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജൂട്ട് സ്ട്രീറ്റിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ജൂട്ട് സ്ട്രീറ്റിൽ പണ്ട് അമ്മേൻ്റെ കൂടെ ഒരു ഓട്ടം പോയതാണ്, പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങൾ, അതായത് മ്യൂസിയം ഒക്കെ കാണാനുണ്ടായിരുന്നു, അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. വിശക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവിടെ പോയി എല്ലാം കണ്ട ശേഷം ഫുഡ് കഴിക്കാമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അങ്ങനെ ജൂട്ട് സ്ട്രീറ്റിലെത്തി കേട്ടോ. അപ്പം ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്ന് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇടക്കാല ആശ്വാസത്തിന്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു, കുറച്ച് ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉള്ളത്. എല്ലാം 100 വർഷത്തിന് താഴെ പഴക്കമുള്ള സാധനങ്ങൾ മാത്രമാണ്. 100 വർഷത്തിന് മുകളിലായ വലിങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് കേട്ടോ. ഇത് ഞാൻ തൊട്ട് മുകളിലൊരു കൃഷ്ണനെ കണ്ടു, അതായത് ആമയല്ല, ഇത് ഞാൻ കാണിച്ചിട്ട് ഈ ഒരു കൃഷ്ണൻ, എനിക്ക് ആ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമായി. ആ കൃഷ്ണൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞത് 8000-ൻ്റെ മുകളിൽ എത്ര റേറ്റാണ്. അപ്പം ഞാൻ അതെയോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ 8000-ൻ്റെ മുകളിൽ റേറ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഇതുപോലത്തെ ഒരു കുഞ്ഞു മിറർ ഉണ്ടായിരുന്നു, അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. എൻ്റെ ഓഫീസിലൊരു ഫ്രണ്ടിനുണ്ട്, അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനഗോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ടൈം എഴുതിയിട്ടുണ്ട് കേട്ടോ, 6:30 വരെ ഉണ്ടാവാറുള്ളൂ. സൺഡേസോ സാറ്റർഡേസോ 2:30 വരെ ആയിട്ട് ഉണ്ടാകാറുള്ളൂ. നമ്മൾ സിനഗോയിൽ വന്നിട്ട്, അതായത് ഈ ഒരു ഏരിയയിൽ ജൂ സ്ട്രീറ്റിൽ വന്നിട്ട് സിനഗോയിൽ കയറാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനഗോയിൽ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ പണ്ടത്തെ, അതായത് ജൂതന്മാരെ അവരിങ്ങോട്ട് നമ്മൾ കൊച്ചിയിൽ വന്ന കാര്യങ്ങൾ മുതലുള്ള എല്ലാം അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മുകളിൽ ഇങ്ങനെ വന്ന സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് അവർ കൊടുങ്ങല്ലൂരിൽ വന്നത് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചേഴ്സൊക്കെ അവർ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവുമല്ലേ ജൂതന്മാർ ഇങ്ങോട്ടേക്ക് വന്നത്. അതിങ്ങനെ ഓരോ പിക്ചറായിട്ടും പ്ലസ് എഴുതിയിട്ടും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും എഴുതിയിരിക്കുന്നുണ്ട്. അപ്പം അത് ഇപ്പോഴും അവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ജൂതന്മാർ ഇപ്പോഴും നമ്മളിവിടെ ഉണ്ട്. നമ്മൾ എസ്രയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ പോലെ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും, അതായത് പണ്ടത്തെ അതേ ആ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെ അവരിപ്പോഴും അവരെ ഒരു ജൂതിസം അവർ പുലർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോഴും ഈ ജൂത ടൗണിൽ. അതാണ് ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സിനഗോഗിലാണ് പോകുന്നത്. അതായത് കുറച്ച് ആൾക്കാർ, അതായത് പാർപ്പിഡായിട്ടുള്ള സാധനം, ചേർച്ചല്ല ഇത്, അവർക്ക് വേണ്ടിയിട്ട് വസിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സീക്രട്ട് ഏരിയ ഉണ്ടാക്കിയതാണ് സിനഗോ എന്ന് പറഞ്ഞിട്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് പണ്ടത്തെ അതേ സാധനങ്ങളാകുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ അടിക്കുന്നുണ്ടല്ലേ. അവിടെ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു. കുറച്ച് സമയം നമ്മൾ ഇരുന്ന് പിന്നെ എണീച്ചപ്പോഴത്തേക്ക് എല്ലാവരും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലൈറ്റിങ്സ് ആയാലും ഇത് ഈ കാണുന്നതൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ചേർച്ചിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി ചേർച്ചല്ല, സിനഗോ തന്നെയാണ്. അപ്പം അവിടെ ജൂതന്മാർ താമസിച്ചൊക്കെ സ്ഥലമാണ് കേട്ടോ. ഒന്നിനും കാലപ്പഴക്കമുണ്ടെങ്കിലും ഒന്നിലൊരു മാറ്റങ്ങളും ഒന്നും വന്നിട്ടില്ല. എല്ലാം അതേപോലെ തന്നെയുണ്ട്. ലൈറ്റിംഗ് ആയാലും താഴെയുള്ള ടൈൽസൊക്കെ നിങ്ങൾ കണ്ടോ, വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ. അതായത് ഇങ്ങനത്തെ ടൈൽസൊക്കെ ഇപ്പോൾ കാണുന്നും കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടൈൽസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ആ സിനഗോയിലുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എല്ലാം കൊടുത്തിട്ടുണ്ട്, എന്താണ് ഈ സിനഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇസ്രയേലിൽ കണ്ട ആ ഒരു നക്ഷത്രത്തിൻ്റെ സൈനുണ്ടോ, അതാണ് ഈ ജൂതന്മാരെ ഒരു സൈന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അതൊക്കെ പരദേശികൾ താമസിച്ച ഒരു സ്ഥലമാണ് സിനഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഇപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്നുണ്ട്, ഒരു മ്യൂസിയമൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് വായിക്കാനൊക്കെ. അപ്പം നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്ലുക്ക് ശരിക്കും ഇവിടെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് സമയം അവിടെ ഇരുന്ന് ഭയങ്കര റീഫ്രഷ്മെൻറ്റ്, ഒരു പോസിറ്റീവ് വൈബൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നീരിറങ്ങിയിട്ട് പിന്നെ ജൂട്ട് സ്ട്രീറ്റിൽ എങ്ങനെയും അങ്ങ് നടന്നു. എങ്ങനെയാണെന്നൊന്നും അറിയൊന്നുമില്ല. പിന്നെ ഒന്നും വാങ്ങാൻ നിന്നില്ല, എല്ലാം നല്ല പൈസയാണല്ലോ, അതുകൊണ്ട് അധികം ഒന്നും വാങ്ങാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാഗ്രഹമൊക്കെ ഉണ്ട് വാങ്ങണം എന്നൊക്കെ. ഇതൊക്കെ എന്തോ രസമായിരുന്നു ഒരു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം എല്ലാ കടയിലും ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന്
നോക്കി കാണാൻ രസമുള്ളതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ റേറ്റൊക്കെ നോക്കി, അങ്ങനെയൊക്കെ കുറേ സമയം നോക്കി സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നിനും നിന്നിട്ടില്ല. ഇതിനൊക്കെ 1000 ചില്ലറ രൂപ. എഫോർഡബിൾ ആണ്, പക്ഷേ ആവശ്യത്തിന് വാങ്ങിയാൽ മതി എന്നുള്ളതായതുകൊണ്ട് വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം കയറി ഇറങ്ങി അതൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടല്ലോ ജൂട്ട് സ്ട്രീറ്റ് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനി എവിടെ നിന്നാണ് ഫുഡ് കഴിക്കേണ്ടതെന്നാണ് ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഓരോ സാധനം ഇങ്ങനെ കാണുമ്പോൾ അവിടെ കയറി ഇവിടെ കയറി എന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണാ അങ്ങനെ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിയ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരി പാലസിലേക്കാണ്. അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കാണാനൊന്നുമില്ല, പക്ഷേ ഇവരാദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ജസ്റ്റ് അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ ഇപ്പം ഒരു ക്ഷേത്രവും കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ രണ്ടും കൂടെ, അതായത് രാജാവിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടായതായിരിക്കും. അപ്പം ഈ വെള്ള പെയിൻ്റ് അടിച്ചാണ് പാലസ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അവിടെ താഴെ കാണുന്നതാണ് അമ്പലം കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ കവാടമാണ് മുന്നിലുള്ളത്. അമ്പലം ഇപ്പോൾ കോമൺ ആയിരിക്കുമല്ലോ, എല്ലാവർക്കും കയറി ഇറങ്ങാമല്ലോ. പക്ഷേ മട്ടാഞ്ചേരി പാലസിലൊരു ടൈമിംഗ് ഉണ്ടല്ലോ, അതായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓട്ടോ ഒക്കെ കാണുന്നില്ല ഈ സ്ഥലത്ത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ വരാനൊക്കെ പറ്റും. ബാക്കിൽ റോഡൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് കയറി ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഫോട്ടോസാണ്, ഇതൊക്കെ ലൈവ് ഫോട്ടോസാണ് ഐഫോണിലെടുത്തത്. അതുകൊണ്ട് വീഡിയോ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ അവിടുത്തെ കോയിൻസ്, സ്റ്റാമ്പ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എന്താ രാജാവിൻ്റെ നമ്മളെ പല്ലക്ക്, വാള്, ഡ്രസ്സ്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഇപ്പോഴും അവർ അടിപൊളിയായിട്ട് കൊണ്ടുവന്ന പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ട് ഇനി ഫുഡ് കഴിക്കാം എന്നുള്ളതായി. അത് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എവിടെയും ഇല്ല. നേരെ ഫോട്ടോ വെച്ചിക്ക് തന്നെ പിന്നെയും വിടാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മളെ പാരഗൺ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം മഴ പാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറലും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാരഗണിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് മഴ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ പാരഗണിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കാമെന്നുള്ള മനസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പാരഗണിലെ ബിരിയാണി കുറേ നാളായി കഴിച്ചിട്ട്. അതുകൊണ്ട് ബിരിയാണി കൊതി, എറണാകുളത്ത് വരുമ്പോൾ ഈ ബിരിയാണി കൊതി ഇങ്ങനത്തെ സ്ഥലത്ത് മാത്രമല്ല, നല്ല അടിപൊളി നല്ല മലബാർ ടൈപ്പ് ബിരിയാണി കിട്ടുള്ളൂ. വേറെ എല്ലാം ഒരു എറണാകുളം കൊച്ചി ബേസ്ഡ് ബിരിയാണി ആയിരിക്കും. അവിടെ എത്തിയപ്പോൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ബിരിയാണി ഇല്ല, ബിരിയാണി ഫുൾ കാലിയായി. അതുകൊണ്ട് അവിടെ നോക്കിയ പോലെ എന്താ ഉള്ളത് അതനുസരിച്ച് ഓർഡർ ചെയ്തു. അതായത് ഫ്രൈഡ് റൈസ്, പൊറോട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ സ്പേസ് അടിപൊളിയാണ്. പാരഗണിൽ നല്ല കാമായിട്ടുള്ള, നല്ല ഈസിയൊക്കെ ഇട്ടായിട്ട് നല്ല രസമുള്ളതായ നല്ലൊരു സ്പേസിങ് ആയിരുന്നു കേട്ടോ. പുറത്തും ഇരിക്കാൻ പറ്റും, അതും നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മൾ കൊതുകൊക്കെ കടിക്കുന്നതുകൊണ്ട് അകത്ത് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫുഡ് വന്നിട്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു, കാരണം നല്ല ലേറ്റ് ആയില്ല. അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പൊറോട്ട, പിന്നെ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസിന് കറി കോമൺ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാത്തരം കറി എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ ചിക്കൻ പോലത്തെ ഒരു കറിയായിരുന്നു, അതായത് തേങ്ങ അരച്ച് വെച്ചൊരു കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാരഗണിലെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഭയങ്കര ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണി കിട്ടാത്ത ഒറ്റ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു, എല്ലാവർക്കും മതിയായിരുന്നു കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പാരഗണിൻ്റെ പുറത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്, നല്ല രസമാണ്. പുറത്ത് വന്ന് ചുമ്മാ ഇരിക്കാൻ വരെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല, എവിടെയും പോകാനോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് മെല്ലെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ശേഷം നമ്മൾ ഫോർട്ട് കൊച്ചീൻ്റെ ആ സ്റ്റാർട്ടിങ് എത്തിയിട്ട് കുറച്ച് ഫ്രഷ് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് രാത്രിയൊക്കെ ആക്കാനൊന്നുമില്ല, പുറത്തുനിന്ന് കഴിക്കണ്ടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയോ ഗ്രേവിയൊക്കെ ആക്കുമ്പോൾ നമുക്ക് രാത്രി കഴിക്കാനായല്ലോ എന്ന് വിചാരിച്ച് പിലോപ്പി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കി കരിമീനൊക്കെ ഉണ്ട്, പക്ഷേ റേറ്റ് കൊണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിലോപ്പി വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരാൻ ചേട്ടന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മീൻ വാങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഉപയോഗം ഇതാണ്, നമ്മളെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തന്നോളും. അതുപോലെ ചെമ്മീൻ, കൂന്തൽ, അങ്ങനെ എല്ലാ മീനും ഉണ്ടായിരുന്നു. എല്ലാം നല്ല റേറ്റും ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഫ്രഷ് മീനായിരുന്നു.
പിന്നെ നമ്മളെ പെടക്കുന്ന ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഞണ്ടിനെണ്ണ 1000 ഉറുപ്പ്യെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ശിശിരൊക്കെ ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് കളിക്കണം എന്നുള്ളതുകൊണ്ട് ആ ചേട്ടന്മാർ കയ്യിലെടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ചേട്ടൻ ഞങ്ങളെ മീൻ അവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ നല്ല ക്ലീനാക്കി തരും. പിന്നെ അവരുടെ അടുത്തുള്ള കത്തി അടിപൊളി കത്തിയാട്ടോ, നല്ല ഷാർപ്പ് കത്തിയാണ്. നല്ലോണം ചിലമ്പെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ടുണ്ടാവും. അപ്പം ഇവക്ക് ഈ ഞണ്ടിനെ പിടിക്കേണ്ടതുകൊണ്ട് ആ ചേട്ടൻ ഒരു ഞണ്ടിനെ കാല് കെട്ടിയിട്ട ഞണ്ടിനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഇതിനൊക്കെ നല്ല പേടിയാണ്. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല. അറിയാണ്ടായിട്ട് ആ കാലൊന്ന് വിട്ടുപോയാൽ കടിക്കുമല്ലേ, അതുകൊണ്ട് ഒരു പേടി ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കില്ലേ. അപ്പോൾ ഇവളിങ്ങനെ ഞണ്ടൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ പേടി വളരെ കുറവാണ്. അപ്പോൾ ഞണ്ടിനെയും ചെമ്മീനെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ പണ്ടേ ഞണ്ടിനെയൊക്കെ പേടിയാണ്. വീട്ടിലിങ്ങനെ പടക്കുന്ന ഞണ്ടെന്നെ വാങ്ങുകയെല്ലാം ചെയ്യും, പക്ഷെ പണ്ടേ പേടിയാണ്. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് മെട്രോ കയറാൻ വേണ്ടിയിട്ടാണ്. മെട്രോ കയറാൻ പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കുറച്ച് വീട്ടിൽ നമ്മൾ ഡെക്കർ ചെയ്യുന്ന ശംഖ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നേരെ ഇനി മെട്രോയിലേക്ക് ആകിയിട്ട് നേരത്തെ പോയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് കിട്ടി. അല്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. നമ്മളവിടെ എത്തലും നമ്മളെ ടിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ വേണ്ടി വരും. പിന്നെ ഒരു സമയം വരെ ഇവിടുന്ന് മെട്രോ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അതായത് ഒരു 7:30 വരെ മെട്രോ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പിന്നെ മറ്റേ ബോട്ടിന് പോകേണ്ടി വരും. അത് കുറച്ച് ദൂരെയാണ്, നടന്നു പോകണം. അതുകൊണ്ട് വേഗം അകേട്ടം പോയി എടുത്തോണ്ട് ടിക്കറ്റ് കിട്ടി. അപ്പം ഫുള്ളായി കേട്ടോ, ഫുൾ പിള്ളേർ ഇരിക്കുന്നതുണ്ട്. ഒരു ലീവുള്ള ദിവസമായതുകൊണ്ട് പിള്ളേരൊക്കെ ഫുള്ളായിട്ട് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മെട്രോ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് കയറി. സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉറപ്പാണ് ഇത്രയും തിരക്കുണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് സീറ്റ് കിട്ടില്ല, നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അതായത് ഈ വണ്ടി ഓടുന്നതിൻ്റെ ഒരു സ്ഥലത്ത് ഒരു അറ്റത്ത് ഇരിക്കാൻ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ മാത്രമായിട്ടൊരു സ്ഥലം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അവിടെ പോയി നിന്ന് കാഴ്ചകളും കാണാൻ പറ്റും. രാത്രിയും കാണുന്ന നല്ല രസമാണ്. രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫോട്ടോ വെച്ചൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഉള്ളിൽ നമ്മൾ ലൈറ്റ് ഇടുന്നതുകൊണ്ട് ആൾക്കാരെ തന്നെയാണ് വീഡിയോയിലും കിട്ടുക. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ രണ്ടാളും വന്നിട്ട് ഈ മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്ന്, അതുകൊണ്ട് അത്രയും ദൂരം ഇനി നിൽക്കേണ്ട ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം നിൽക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ ഈ മൂലയ്ക്ക് വന്നിരുന്ന കേട്ടോ. ഫുള്ളായിരുന്നു സീറ്റ്, അതുകൊണ്ട് അവിടെ ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫോട്ടോ വെച്ചും കറക്കമൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നേരെ ഊബർ മേടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയി. അപ്പം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലിടാം. ഇത്രയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ.